ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ നിന്നെ കാണാൻ വേണ്ടി തന്നെ ഇവിടെ ഇരുന്ന്. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറയാനുള്ളത് നിന്റെ അമ്മമ്മയെ കുറിച്ച് തന്നെയാ. നിന്റെ അമ്മയായി പോയവരുടെ അമ്മയെ കുറിച്ച്. കുതിരപ്പന്തയത്തിന് പോയതായിരിക്കും. അല്ല, അമ്മ പറഞ്ഞിട്ട് എന്തോ വാങ്ങിക്കാൻ പുറത്തു പോയിരിക്ക. ആ, നീ വന്നോ? എന്താണ് ഇത്ര താമസിച്ചത്? പറയാ ചേച്ചി, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം. അച്ഛാ, അച്ഛൻ അറിയൂ ഒരു സരസ്വതി തമ്പുരാട്ടിയെ? ഞാൻ ഒരു സരസ്വതി തമ്പുരാട്ടി മാത്രമേ അറിയൂ. അവരാണെങ്കിൽ സൂര്യമംഗലം കൊട്ടാരത്തിലെ. അച്ഛാ, അത് തന്നെ ഞാനും പറയുന്നത്. വർമ്മ സാറിന്റെ മദറിലോ, ഋതിക മേഡത്തിന്റെ മുത്തശ്ശി. ബാക്കിയൊക്കെ ഞാൻ പറയാം. പത്മാവതി മേഡത്തിന്റെ അമ്മ. അവരിവിടെ ഇല്ലല്ലോടാ മോനെ, അങ്ങ് കൽക്കട്ടയില. അച്ഛാ, അവര് കൽക്കട്ടയിൽ നിന്ന് തിരിച്ചു വന്നു. അവരിപ്പോ വർമ്മ സാറിന്റെ വീട്ടിലുണ്ട്. നേരാണോടാ? ആ അതെ അച്ഛാ. അതിശയമായിരിക്കുന്നല്ലോടാ. അവരൊരിക്കലും തിരിച്ചു വരുമെന്ന് ഞാൻ കരുതിയതല്ല. ഇനി സൂര്യമംഗലം കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നാലും അവരിങ്ങോട്ട് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് അവരിപ്പോ എവിടെ ഉണ്ടോ? ആ ഉണ്ട്. എന്തായാലും അവരുടെ ഈ വരവ് എനിക്കങ്ങ് ഇഷ്ടായി. ഇനി വർമ്മ സാറിന്റെ വീട്ടില് ചിലതൊക്കെ നടക്കും. പലരുടെയും മുഖംമൂടികൾ തെറിക്കും. മോനെ, നീ തമ്പുരാട്ടിയോട് വളരെ ബഹുമാനത്തോടുകൂടി പെരുമാറണം കേട്ടോ. ആ, അവര് പൊന്നാണ്, പത്തരമാറ്റ് തനി തങ്കം. സ്നേഹത്തോടെ പെരുമാറണമെന്ന് അച്ഛൻ പറയുന്ന കാര്യം വേറെയാ. അത് ഞാൻ പറയാം. ആ ശരി അച്ഛാ. അമ്മ എവിടെ പോയി ചേച്ചി? അമ്മ ഒന്ന് പുറത്തു പോയതാ. എവിടെ പോയതാണെന്ന് എന്നോട് പറഞ്ഞില്ല. എന്നോടും പറഞ്ഞില്ല. ഏ? വല്ല കടയിലും പോയിന്നാ ഞാൻ കരുതിയത്. സന്ധ്യ കഴിഞ്ഞല്ലോ. ഛേ, ഇതുവരെ വരാത്തെന്താ? ആ, പറഞ്ഞു തീർന്നില്ലല്ലോ. ദേ വന്നു നിൽക്കുന്നു എന്റെ വാമഭാഗം. നീ എന്നോട് പോലും പറയാതെ എവിടെ പോയതാ? അത് പിന്നെ ഞാനിന്ന് കടവരെ പോയതാ വേണേട്ടാ. കടയിൽ പോണെങ്കി എന്നോട് പറഞ്ഞ പോരെ? ഞാനിവിടെ തേരാപ്പാരം നടക്കല്ലേ. എന്താവശ്യമുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്നെ വിളിച്ച് പറഞ്ഞൂടെ? ഞാൻ വാങ്ങിച്ചോണ്ട് വരില്ല എല്ലാം. മെയിലിൽ അമ്മ കടയിലൊന്നും പോണ്ട, പറഞ്ഞേക്കാം. ഇല്ല മോനെ. ശ്രീലക്ഷ്മിയെ ഹരീഷിനെയും കാണാൻ പോയ കാര്യം തൽക്കാലം ഇവരോട് പറയണ്ട. രാധമ്മ എത്തിയോ? എത്തിയമ്മേ. എന്ത് മര്യാദ കേടാ രാധമ്മ ഈ കാണിച്ചത്? എന്നെ പോലൊരു മഹത് വ്യക്തിയെ ഇവിടെ ഇരുത്തിയിട്ട് ചുറ്റാൻ പോയിരിക്കുന്നു. അമ്പപ്പോ ഈ രാധമ്മ ഇത്രയും നേരം എവിടെ അലഞ്ഞിരിഞ്ഞ് നടക്കുകയായിരുന്നു? അല്ല, ഞാൻ നിങ്ങളുടെ കളിപ്പിള്ളയാണെന്നാണോ വിചാരിച്ചത്? എന്നെ പോലുള്ളൊരു സ്ത്രീക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ, ഞാനൊരു ഓസുകാരിയാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? അവരെന്താണ് ചെയ്തതെന്ന് അവര് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇവരാണ് അടുപ്പിലൂതുന്നവന്റെ പിടലിക്ക് ഊതുന്നവർ. ഓ, ഭയങ്കരം. സമയാസമയങ്ങളിൽ എനിക്ക് ഫുഡ് വേണം, സ്നാക്സ് വേണം, ഫ്രൂട്ട്സ് വേണം. അതൊക്കെ ഇവിടെ ആരാ തരാനുള്ളത്? അതിനല്ലേ അമ്മയുടെ മരുമകൾ എവിടെയുള്ളത്? പിന്നെ മരുമകള് അവളിങ്ങനെ നഞ്ചു തിന്ന കോഴിയെ പോലെ ബ്ലാഞ്ച് നടക്കുകയല്ലേ. കടുക് എവിടെയെന്ന് ചോദിച്ചാൽ കുടക് മൈസൂരിലാണെന്ന് പറയുന്നവളേ ഉള്ളൂ. പ്രിയ എന്ന് പറയുന്നവളുടെ പേര് മാറ്റണം.
ഞാൻ ഒരു പേര് പറയാം, പ്രേമ പിഷുക്കി. തള്ളെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മോളെ അരുത്. നിന്റെ ജാതകത്തിലെ നീ ഒരു ചീങ്കണ്ണിയെ തല്ലിക്കൊല്ലുന്ന് എഴുതിയിട്ടുണ്ട്. സൂക്ഷിക്കണം. ഇങ്ങനൊരു സ്വസ്ഥതയില്ലാത്ത വീട്. ഇതിലും ഭേദം ആ മീൻ ചന്തയിൽ പോയിരിക്കുന്ന. എനിക്ക് ഡിന്നർ കഴിക്കാറായി. എന്താ ആ കാര്യത്തിൽ ആർക്കും ഒരു ശുഷ്കാന്തി ഇല്ലാത്തത്? വിളമ്പി കൊടുക്കടി. ജേട്ടൻ കൂടി വരട്ടച്ച. ദേ വന്നല്ലോ കൊച്ചമ്മണിയുടെ എരുമ സന്താനം. ദൈവം അനുഗ്രഹിച്ച് എനിക്ക് വേണ്ടി തന്ന സൽഗുണ സമ്പന്നനായ മോൻ. എനിക്കിട്ട് താങ്ങിയതാണെന്ന് മനസ്സിലായി. എന്റെ പൊന്നും മരുമോനെ, ബഗനെ പോലെ എന്തിനേയും വിഴുങ്ങാൻ നിൽക്കുന്ന നിന്നോട് ഏറ്റുമുട്ടാനുള്ള കെൽപ്പൊന്നും എനിക്കില്ല. അല്ല, എന്താണോ നീ വാങ്ങിച്ചത്? കോഴി പൊരിച്ചതാണോ ആടൊലത്തിയതാണോ? കോഴിക്ക് താറാവിനൊക്കെ വംശനാശം സംഭവിച്ചു. കുറച്ച് ഉണക്കമീൻ കിട്ടിയിട്ടുണ്ട്. വറുത്ത് കൊടുക്കണേ അവർക്ക്. ഇത് രാമായണ മാസ, പുണ്യമാസം. കുളങ്കോരികളെ പോലെ ഇവിടെ ഇട്ട് മീനൊന്നും മറക്കാൻ പറ്റൂല. പിന്നെ പുണ്യമാസം കണ്ടേ, എനിക്കിതിന്റെ മണമൊന്നുമില്ലാതെ ഊണ് കഴിക്കാൻ പറ്റത്തില്ലെന്നറിയാലോ. വേഗം വറുകടി. എന്തോ മീനാടാ? മാന്തളാണോ അയലയാണോ? ഇതൊന്നുമല്ല, കുറച്ച് ചാളയാ. ആ, ചാളയെങ്കിൽ ചാള. വാടാ ഇങ്ങോട്ട്. നാണം കെടുവാണല്ലോ വേണുവേട്ടാ. എടേ, പൊടി നിറഞ്ഞ റോഡിലൂടെ വെള്ള ഷർട്ടും വെള്ള മുണ്ടും ധരിച്ച് സ്കൂട്ടറിൽ പാഞ്ഞു പോയാ എന്ത് സംഭവിക്കും? നമ്മുടെ മേലാസകലം പൊടി പിടിച്ച് നമ്മളും ആകെ അങ്ങ് കറുത്തു പോകും. നമ്മുടെ ജീവിതവും കരിപുരണ്ട ജീവിതമായി മാറുക. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ആ കിളവിയെടുത്ത് കിണറ്റിലിടണം. അയ്യോ, അധിക പ്രസംഗം കാട്ടണ്ട. തിരികെ പോ. പാവം എന്റെ അച്ഛനല്ലേ. നിക്ക്. ഇങ്ങ് വന്നേ. ഞാൻ നിന്നെ കാണാൻ വേണ്ടി തന്നെ ഇവിടെ ഇരുന്ന്. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറയാനുള്ളത് നിന്റെ അമ്മമ്മയെ കുറിച്ച് തന്നെയാ. നിന്റെ അമ്മയായി പോയവരുടെ അമ്മയെ കുറിച്ച്. അകലേ നോവിനാലേ